അതിപ്പോ തീർത്തിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്ഥലം അല്ല ഒന്നുകൂടെ. ഓക്കെ, അപ്പൊ ഗൈസ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഞങ്ങളുടെ ടൂറിന്റെ ഫസ്റ്റ് ഡേ ആണ്. ഞങ്ങൾ ആദ്യം പോകുന്നത് എവിടെയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല, പോകുമ്പോ അറിയാം. അളിയ സെൽഫിയാ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. As part of being a vanguard, the tour is amazing. Coming to the Coorg part, we don't know what to see. Thanks. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? Full many jump of pure serene lay underneath the unfathomed ocean unblossomed. Mic testing. Yeah. Hello. Hello. ഹലോ, നമ്മൾ അടുത്ത് പോകുന്ന ഡെസ്റ്റിനേഷൻ ബാംബു ഫോറസ്റ്റ് ആണ്. നമുക്കിനി അവിടുത്തെ കാഴ്ചകൾ കാണാം. മൈക്ക്. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. അറിയോ, നമ്മളിനി അടുത്തത് പോകും. നമ്മളിപ്പോ ഫുഡ് കഴിച്ചു. ഇന്ന് ഫസ്റ്റ് ഡേ ഓഫ് ടൂർ ആണ്. നമ്മൾ കൂർഗിൽ തന്നെ ഏതോ ഒരു ഹോട്ടലിൽ കഴിക്കാൻ കയറി. ഈഗിൾ സംതിങ് ഞാൻ പറയട്ടെ. എന്നിട്ട് നമ്മളിപ്പോ പോകുന്ന സ്ഥലം ഒരു എലിഫന്റ് ക്രോസിംഗ് ആണ്. പിന്നെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, അല്ലേ ഗൈസ്? Hello guys. We are going to Bamboo Forest. കൂർഗ്. സോ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ടൂറിന്റെ ഫസ്റ്റ് ഡേ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങളുടെ ഫസ്റ്റ് കൂർഗില് ഗോൾഡൻ ടെമ്പിൾ, ബാംബൂ ഫോറസ്റ്റ്, ഈ സ്ഥലങ്ങളൊക്കെയാണ് വിസിറ്റ് ചെയ്യുന്നത്. വി ആർ സോ എക്സൈറ്റഡ്. ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാരും കൂടെയാണ് പോകുന്നത്. ഇക്ക പറ. സൂപ്പറാണ്. ഓക്കെ ഗൈസ്, അതാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ റിവ്യൂ. എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് ഹുസാ ബ്ലോഗ്സിനെ അത് പറയണ്ട, പോട്ടെ. അച്ചടിശാലകളിൽ നീ പഠിച്ച ഇന്ത്യയല്ല, പട്ടിണിപ്പാവങ്ങളുടെയും നിരശ്വരുടെ അത് പോട്ടെ. ഈവനിങ് നമുക്കൊരു ക്യാമ്പ് ഫയർ കൂടെ ഉണ്ട്. സോ ക്യാമ്പ് ഫയർ ഞങ്ങള് സസ്പെൻസ് ആയിരുന്നു, പക്ഷെ ഞങ്ങൾ അറിഞ്ഞു. ഇക്കയും ഞാനോടാണ് നടത്തുന്നത്. സോ വി ആർ സോ എക്സൈറ്റഡ് ടു ഡു ദാറ്റ്. സോ റിവർ ക്രോസ് ചെയ്യാൻ ഇപ്പൊ വലിയ വെള്ളമൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് നടന്നു പോകാം. പാറണ വേണമെങ്കിൽ ടാറ്റ കഴിഞ്ഞില്ല. ടാറ്റ അപ്പോൾ ഗൈസ്, നമ്മുടെ ടൂറിൻ്റെ ഫസ്റ്റ് വിസിറ്റിംഗ് സ്പോട്ട് ഇതാണ്, കൂർഗിലെ ദുബാര എലിഫന്റ് ക്യാമ്പ്. ഗൈസ്, ഞങ്ങളുടെ ടൂർ 4 days ആണ്. ഞങ്ങൾ 3 സ്ഥലത്താണ് വിസിറ്റ് ചെയ്യുന്നത്. 1 കൂർഗ്, 2 ബേലൂര്, 3 മാൽപ്പെ. ഞാൻ ഈ 4 days ടൂർ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. എൻ്റെ മൊബൈലിൽ ക്യാപ്ചർ ചെയ്ത് ചെറിയ ക്ലിപ്സ് എല്ലാം കമ്പൈൻ ചെയ്താണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. ദുബാര എലിഫന്റ് ക്യാമ്പിലേക്ക് പോകാൻ നമ്മൾ ആദ്യം ഈ റിവർ ക്രോസ് ചെയ്താണ് അങ്ങോട്ട് പോയത്. പക്ഷേ നമ്മൾ ചെന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. 11:30 ആയപ്പോഴത്തേക്ക് അവിടുത്തെ ക്ലോസ് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാം അവിടെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്ത് സംസാരിച്ച് കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് തിരിച്ചു വന്നു.
ഗൈസ് ഇത് നമ്മുടെ കൂർഗിലെ സെക്കൻഡ് സ്പോട്ടായ ബാംബു ഫോറസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ ഇമൂനെയൊക്കെ കണ്ടു. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു വലിയ റിവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൈയും കാലും ഒക്കെ നനച്ച് ചെറുതായിട്ടൊന്ന് ചില്ലൊക്കെ ചെയ്ത് നല്ലൊരു കാമിങ് ക്ലൈമറ്റ് ഒക്കെയാണ് അകത്ത്. അവിടുന്ന് തിരിച്ച് വെളിയിൽ ഇറങ്ങുമ്പോൾ അവിടുന്ന് നമുക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടി കുറേ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ കൂടുതലായിട്ടും ഹോം മെയ്ഡ് സ്വീറ്റ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ മേടിച്ചത്. ബാഗ്സ്, ഹാറ്റ്സ്, ഡ്രസ്സസ് ഒക്കെ ചീപ്പ് റേറ്റിൽ നമുക്ക് ഓഫറിലൊക്കെ കിട്ടി. ഇതിന്റെ അകത്തൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുമേ? ഹലോ ഗായ്സ്. ഹായ്. എന്താ ബ്യൂട്ടിഫുൾ. നല്ല രസമുണ്ടല്ലോ. ഇളകാൻ തുടങ്ങി. അങ്ങോട്ട് നോക്കുക, അടിപൊളി സ്ഥലമേ. അങ്ങ് അറ്റത്തോടക്കി. കണ്ണിന് വെക്കണം കണ്ണാടി. ഇപ്പം ഞങ്ങൾ ഉള്ളത് കൂർഗിലെ മൂന്നാമത്തെ വിസിറ്റിംഗ് സ്പോട്ടായ കൂർഗിൻ്റെ മെയിൻ അട്രാക്ഷനായ ഗോൾഡൻ ടെമ്പിളിലാണ്.
കൂർഗിലെ അതിമനോഹരമായ കുറേ കാഴ്ചകൾ ഞങ്ങൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നൈറ്റ് DJ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ബേലൂരാണ്. ബേലൂര് ശ്രീ ചിന്നകേശവ സ്വാമി ടെമ്പിളിലാണ് നമ്മൾ അടുത്തതായിട്ട് വിസിറ്റ് ചെയ്യുന്നത്. ഒറ്റക്കല്ലായിരിക്കും. ബേലൂര് നമ്മൾ അടുത്തതായിട്ട് വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാനാണ് പോയത്. അവിടെ നമ്മൾ കയാക്കിങ്, റാഫ്റ്റിംഗ്, ബനാന റൈഡ് എല്ലാം ചെയ്തു. അതൊക്കെ നമ്മുടെ ടൂർ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിരുന്നു. വേറെ കുറേ വാട്ടർ ആക്ടിവിറ്റീസും അവിടെ ഉണ്ടായിരുന്നു. ഗൈസ്, ഇത് നമ്മുടെ ടൂറിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനായ മാൽപ്പയാണ്, മാൽപ്പേ ബീച്ച്. മാൽപ്പേ ബീച്ചിൽ നിന്ന് നമ്മളൊരു ബോട്ടിൽ കയറിയിട്ട് സെൻറ്റ് മേരീസ് ഐലൻഡ് വിസിറ്റ് ചെയ്ത് അവിടെ ഫുള്ള് കറങ്ങി നമ്മൾ അവിടുന്ന് തിരിച്ചു വന്നിട്ട് നമ്മൾ കുറേ വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാരാസെയിലിങ്ങും അങ്ങനെ തന്നെ ബേലൂർ ചെയ്ത മാതിരി ഇവിടെയും കുറേ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അത് മൊത്തം ഞങ്ങൾ കംപ്ലീറ്റ് എൻജോയ് ചെയ്തു. ഹലോ ഗായ്സ്, നമ്മളപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏതോ ഒരു ബീച്ചിലാണ്. സെന്റ് മേരീസ് ഐലൻഡ്.
അയ്യോ താടുന്നിട്ട് എൻ്റെ മൊബൈലിനൊരു തീരുമാനം ആവാതിരുന്നാ മതി. ഇവനെ എത്ര നേരം വിളിക്കണം? ഇവനോട് പോയി കിടക്കുക എത്ര നേരം ചൂടാണ്ട ആവശ്യം 5 മിനിറ്റ് അതിപ്പോ തീർത്തിട്ടുള്ളൂ. നീ ഒറ്റ കൊണ്ടായി
അപ്പോൾ ഗൈസ് നമ്മൾ റിയാസിന്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു. അതേകൂട്ട് തന്നെ ടൂർ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മുടെ 4 days ട്രിപ്പ് ഇവിടെ തീരുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കോളേജിലേക്ക് പോവുകയാണ്. പഠിക്കുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആവാം, ഓൺലൈനോ ഡിസ്റ്റൻസോ. പക്ഷെ എന്തുകൊണ്ട് കോളേജിൽ തന്നെ പഠിക്കണമെന്നറിയോ? നമ്മുടെ ലൈഫിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. അവരൊക്കെ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ബെറ്റർ ആവുമെന്ന് തോന്നുന്നു. അവരാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്.